ഫേസ്ബുക്കിൽ വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്താണ് നമ്മളെ KT ജലീൽ ഖാൻ ഒരു പോസ്റ്റ് കാണുന്നത്. ഏകദേശം 5 മണിക്കൂർ മുൻപിട്ട ഒരു പോസ്റ്റാണ്. അതിലൊരു കാർഡ് കൊടുത്തിട്ടുണ്ട്. തട്ടിപ്പ് തുടർന്ന് KT ജലീൽ സർവീസ് ബുക്ക് തിരുത്തി പെൻഷൻ വാങ്ങാൻ ശ്രമം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർഡ് കൊടുത്തിട്ടുണ്ട്. വലിയൊരു പോസ്റ്റാണ്. നല്ലൊരു നീണ്ട കഥ തന്നെ ഉണ്ട്. ഒരുപാട് ഇങ്ങനെ ലീഗിൻ്റെ നുണക്കഥയും യാഥാർത്ഥ്യവും എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റാണ്. ഒരുപാടുണ്ട്, കുറേ വായിക്കാനുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു നീണ്ട കഥ വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് KT ജലീൽ അടുത്തതായിട്ട് എന്തെങ്കിലും ഒരു തട്ടിപ്പ് നടത്തിയിട്ടുണ്ടാവും, അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു വാർത്ത വേറെ ഉണ്ടാവും. അപ്പോൾ KT ജലീലിൻ്റെ ഈ ന്യായീകരണ പോസ്റ്റ് വായിച്ച് അതിൻ്റെ കാര്യകാരണങ്ങൾ അന്വേഷിച്ച് സെർച്ച് ചെയ്ത് പോയപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. അധ്യാപക പെൻഷൻ ആനുകൂല്യം സംഘടിപ്പിക്കാൻ പിൻവാതിൽ നീക്കവുമായി KT ജലീൽ രാജിവെച്ചത് വിടുതലാക്കി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചു. ഇങ്ങനെയാണ് വാർത്ത തുടങ്ങുന്നത്. എന്നിട്ട് മലപ്പുറം അധ്യാപക പെൻഷൻ ആനുകൂല്യം സംഘടിപ്പിക്കാൻ പിൻവാതിൽ നീക്കവുമായി KT ജലീൽ രാജിവെച്ചത് വിടുതലാക്കി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചു. എയ്ഡഡ് അധ്യാപകർ മത്സരിക്കാൻ പാടില്ലെന്ന ഹൈക്കോടതി വിധിയെ തുടർന്നാണ് 2021 ജോലിയിൽ നിന്നും രാജിവെച്ചത്. നിലവിൽ പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ രാജി ഒഴിവാക്കി വിടുതലാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടാണ് സർക്കാരിനെ സമീപിച്ചത്. അനുകൂല സമീപനം സ്വീകരിച്ച കോളേജ് മാനേജർ സർവീസ് ബുക്ക് കോഴിക്കോട് കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് അയച്ചു. അതിനിടെ സർവീസ് ബുക്ക് തിരുത്തി പെൻഷൻ വാങ്ങാനുള്ള ജലീലിൻ്റെ ശ്രമത്തിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് ഗവർണർക്ക് പരാതി നൽകി. പെൻഷൻ വാങ്ങാൻ ശ്രമിക്കുന്നത് സത്യപ്രതിജ്ഞാ ലംഘനമാണെന്നും ജലീലിനെ MLA സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കണമെന്നും കാണിച്ചാണ് പരാതി. സർവീസ് ബുക്ക് തിരുത്താനുള്ള നടപടി തടയണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിക്കും പരാതി നൽകി. 1994 നവംബർ 16 മുതൽ 2006 മെയ് 31 വരെ തിരൂരങ്ങാടി PSMO കോളേജിൽ അധ്യാപകനായിരുന്ന ജലീൽ 2006 ലീവ് എടുത്താണ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നത്. 2006 കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മത്സരിച്ചു. 2011 തവനൂർ മണ്ഡലമായപ്പോൾ VV പ്രകാശനെതിരെയും മത്സരിച്ചു. 2016 തവനൂരിൽ ഇഫ്തിഖാറുദ്ദീനായിരുന്നു എതിരാളി. 2016 മെയ് 5-നാണ് KT ജലീൽ ആദ്യമായി മന്ത്രിയായത്. തദ്ദേശ സ്വയംഭരണം, ന്യൂനപക്ഷ ക്ഷേമം, വഖഫ്, ഹജ്ജ് എന്നീ വകുപ്പുകളുടെ മന്ത്രിയായിരുന്നു. 2021 ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായതോടെ മാർച്ച് 12 ജോലിയിൽ രാജി നൽകിയിരുന്നു. ഇത് മാനേജർ സ്വീകരിക്കുകയും തുടർ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തു. 2024 ഓഗസ്റ്റ് 13 PF-ലെ ഉൾപ്പെടെ എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങി അക്കൗണ്ട് ക്ലോസ് ചെയ്തു. എന്നാൽ അന്നു നൽകിയ രാജി റിലീവാക്കണമെന്നാവശ്യപ്പെട്ട് 2024 നവംബർ 14 കോളേജ് പ്രിൻസിപ്പലിന് കത്തു നൽകി. സർവീസ് ബുക്കിൽ മാറ്റം വരുത്താൻ കഴിയില്ലെന്ന് അറിയിച്ചതോടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലേക്ക് സർവീസ് ബുക്ക് കൈമാറിപ്പിക്കുകയായിരുന്നുവെന്നാണ് വിവരം. അപ്പം പുതിയൊരു തട്ടിപ്പിൻ്റെ പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു തട്ടിപ്പിൻ്റെ ശ്രമമാണ് ജലീൽ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഒരു ന്യായീകരണ പോസ്റ്റാണ് 5 മണിക്കൂർ മുൻപേ ഇന്ന് 5 മണിക്കൂർ മുൻപേ KT ജലീൽ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിട്ടുള്ളത്. KT ജലീൽ തൻ്റെ ജോലി രാജിവെച്ച് അതിനുശേഷം അതിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റിയതിന് ശേഷം വീണ്ടും ആ ജോലിയുടെ ഭാഗമായിട്ടുള്ള പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പിടിക്കപ്പെട്ടപ്പോൾ ജലീൽ വലിയൊരു പോസ്റ്റൊക്കെ ഇട്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചു. തീർച്ചയായിട്ടും ആ ന്യായീകരണ പോസ്റ്റിൽ PK ഫിറോസിനെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറഞ്ഞതുകൊണ്ട് തന്നെ അതിന് കൃത്യമായിട്ടൊരു മറുപടി കൊടുക്കാൻ PK ഫിറോസും ഏതായാലും ശ്രമിച്ചിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂർ മുൻപ് PK ഫിറോസ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അതിൽ അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്: മത്സരിക്കാൻ വേണ്ടി ആദ്യം സർക്കാർ ജോലി രാജിവെക്കുക. രാജിവെച്ചപ്പോൾ കിട്ടേണ്ട ആനുകൂല്യങ്ങളെല്ലാം ആ സമയത്ത് കൈപ്പറ്റുക. മന്ത്രി, MLA എന്നീ വകയിൽ കിട്ടാനുള്ള പെൻഷനുകൾക്ക് പുറമെ അധ്യാപകനായ വകയിലുള്ള ഇരട്ട പെൻഷൻ ആനുകൂല്യങ്ങൾ കിട്ടാൻ രാജി കൊടുത്തത് പിന്നീട് വിടുതലാക്കാൻ അപേക്ഷിക്കുക. അതിനായി സർവീസ് ബുക്ക് തിരുത്താനും ശ്രമിക്കുക. പൊതുമുതൽ കൈയിട്ട് വാരുന്നത് ഒരാൾ ശീലമാക്കിയാൽ നമ്മൾ എന്ത് ചെയ്യണം? അത്തരക്കാരെ കയ്യോടെ പിടിക്കണം. അപ്പോഴോ ചില പോക്കറ്റടിക്കാർ ചെയ്യുന്നത് പോലെ അവർ വായിൽ ബ്ലേഡ് കഷ്ണങ്ങൾ സൂക്ഷിക്കും.
പിടിക്കാൻ വരുന്നവരുടെ മുഖത്തേക്ക് തുപ്പും, നമ്മളറിയാതെ മുഖം തുടക്കും, മുറിവും പറ്റും, പക്ഷേ കാര്യമാക്കരുത്. സത്യസന്ധത ജീവിതത്തിൽ അടുത്തുകൂടെ പോകാത്ത ഒരാളുടെ മുഖമാണ് വീണ്ടും വീണ്ടും വ്യക്തമാവുന്നത്. ഉഡായിപ്പിന് കയ്യും കാലും വെച്ച ഒരാൾ, അയാൾ സ്വയം വിശേഷിപ്പിക്കുന്നത് മലപ്പുറം സുൽത്താൻ എന്നാണ്. ഉഡായിപ്പിന് കയ്യും കാലും വെച്ച ഒരാൾ, അയാൾ സ്വയം വിശേഷിപ്പിക്കുന്നത് മലപ്പുറം സുൽത്താൻ എന്നാണ്. നാട്ടുകാർ അയാളെ ഇനി മുതൽ മലപ്പുറം ബണ്ടിച്ചോർ എന്നാണ് വിളിക്കുക. മലപ്പുറം ബണ്ടിച്ചോർ. ഇതാണ് പി കെ ഫിറോസ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ അദ്ദേഹം മീഡിയ വണ്ണിൻ്റെ ഒരു കാർഡും കൊടുത്തിട്ടുണ്ട്. അധ്യാപക പെൻഷൻ ആനുകൂല്യം സംഘടിപ്പിക്കാൻ പിൻവാതിൽ നീക്കവുമായി കെ ടി ജലീൽ രാജി വിടുതലാക്കി പരിഗണിക്കണമെന്ന ആവശ്യമായി സർക്കാരിനെ സമീപിച്ചു. ഇങ്ങനെ ഉഡായിപ്പുകളുമായിട്ട് നടക്കുന്ന ഒരാൾ, കെ ടി ജലീലിനെ പോലെ വേറൊരാൾ കേരളത്തിൽ തന്നെ ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം എങ്ങനെ നോക്കിയാലും അദ്ദേഹം എന്തെങ്കിലും ഒരു പ്രശ്നത്തിലുണ്ടാവും. അതിൽ കൈയിട്ട് വാരിട്ടും ഇതിൽ കൈയിട്ട് വാരിട്ടും. എന്നാലോ പിടിക്കപ്പെട്ടാലോ ഞാൻ സത്യസന്ധനാണെന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ഉയർത്തി പിടിക്കും. അതുപോലെ തന്നെ തൻ്റെ സാമ്പത്തിക സ്രോതസ്സുകൾ അങ്ങനെയാണ്, സ്രോതസ്സുകൾ ഇങ്ങനെയാണ്, കുറഞ്ഞ പൈസയൊക്കെ എൻ്റെ കയ്യിലുള്ളൂ, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്ന ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ന്യായീകരണങ്ങളായിട്ട് വരികയും ചെയ്യും. ഇങ്ങനത്തെ ഒരു വ്യക്തിനെ നമ്മളിങ്ങനെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടേ കാണാൻ പറ്റുള്ളൂ. കെ ടി ജലീൽ പോയാൽ പിന്നെ ആരാണ് ഇങ്ങനത്തെ ഒരാളായിട്ട് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഏതായിരുന്നാലും കെ ടി ജലീലിൻ്റെ ഈ തട്ടിപ്പ് നാടകങ്ങളൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പിടിക്കപ്പെട്ടാലും ഞാൻ കള്ളനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ന്യായീകരിച്ചിരിക്കും. അതിനൊക്കെ സപ്പോർട്ട് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിണറായി ഭക്തരും അതുപോലെ തന്നെ CPM-ൻ്റെ എന്താണ് പറയുക കണതൽ കൂട്ടവും ഒക്കെ ഉണ്ടാവും. ഇത് ന്യായീകരിച്ചിട്ട് കള്ളനാണെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാലും അത് കള്ളനല്ലെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ന്യായീകരിക്കാൻ പറ്റിയ ഒരു പാർട്ടീൻ്റെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അയാൾ ഇനിയും ചിലപ്പോൾ തലയുയർത്തി വരാൻ മതിയാകും. ഏതായിരുന്നാലും ഇതുപോലെയുള്ള കള്ളത്തരങ്ങളൊക്കെ ഇനിയും നടക്കും. ഇതൊക്കെ കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇനിയുള്ള കാലത്ത് പ്രയാസകരമായിരിക്കും. കാരണം അധികാരമുള്ളവർ തന്നെ കക്കാൻ തുടങ്ങിയാൽ പിന്നെ അതെങ്ങനെയാണ് പിടിക്കുക? അവരെ കയ്യിലാണ് നിയമവും പോലീസും എല്ലാം അവരെ കയ്യിലാണ്. ഏതായിരുന്നാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി.